കൂട്ടുകാരെ, എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ടൊമാറ്റോ എങ്ങനെ ഒരു വർഷം വരെ അല്ലെങ്കിൽ വളരെ മാസങ്ങളോളം കേടുകൂടാതെ എങ്ങനെ ഇരിക്കും എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് ഇവിടെ വില കുറഞ്ഞ് ഈ സീസൺ ആകുമ്പോഴത്തേക്കും വില കുറഞ്ഞ് ടൊമാറ്റോ കിട്ടും. ഇത് കിലോ 10 രൂപ വെച്ചാട്ടോ. അങ്ങനെ എനിക്ക് 40 രൂപയ്ക്ക് ഏകദേശം ഒരു 5 കിലോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുമിച്ച് വെച്ച് ഇത് ഏകദേശം എല്ലാം നല്ലതായിട്ട് പഴുത്തതാണ്. അപ്പോൾ അത് സൂക്ഷിച്ച് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതൊന്ന് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ടൊമാറ്റോ നമുക്കൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. വെള്ളം ഇല്ലാതിരുന്നാൽ അത്രയും നല്ലത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് തുടച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ടൊമാറ്റോ ഇങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ട്, ഒട്ടും വെള്ളമില്ലാതെ. ഇത് കഴുകിയ വഴുകുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ എടുക്കാം. ഇത് ഡിമാർട്ടിൽ നിന്ന് സാധനങ്ങൾ നമ്മൾ അരി പഞ്ചസാര അങ്ങനെയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കവറുകളാണ്. അതിനകത്തേക്ക് നമുക്കൊന്ന് അടുക്കി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഇതുണ്ടെങ്കിൽ ഇതൊന്ന് കളഞ്ഞിട്ട് വേണം വയ്ക്കാൻ കേട്ടോ. ഇതെല്ലാം ഒന്ന് കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അടുക്കി വയ്ക്കാം. ഇത് ഞാൻ 3 തരത്തിൽ 3 ടൈപ്പിലുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതാദ്യം നമ്മൾ ഈ കവറിനുള്ളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ കണ്ടെയ്നർ പോലെ ഐസ്ക്രീമിൻ്റെയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ വല്ല കവറുകളോ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്തും സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 10-20 എണ്ണം ഞാനിങ്ങനെ കവറിനകത്ത് ഇങ്ങനെ അടുക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രീസറിനുള്ളിലാണ് വെക്കേണ്ടത് കേട്ടോ. പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇതിങ്ങനെ കളയുക. എന്നിട്ട് ഇതിനെ നമുക്കിങ്ങനെ 4 കഷ്ണങ്ങളാക്കുക. 4 5 എങ്ങനെ വേണമെങ്കിലും കേട്ടോ. ചെറിയ കഷ്ണങ്ങൾ വേണമെങ്കിൽ, വലുതാണെങ്കിൽ നമുക്ക് ചെറിയ കഷ്ണം. പക്ഷേ ഈ ഗ്രീൻ കളർ ഇതില്ലേ, ഇതിങ്ങനെ നമുക്കത് മാറ്റണം. ഇതുപോലെ ഇത് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുക, കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. രണ്ടാമതായി ഇതുപോലെ ഇത് ചെറിയ പ്ലാസ്റ്റിക് ഇതിൻ്റെയാണ്. അപ്പം നിങ്ങൾ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് വേറെ ഏത് പ്ലാസ്റ്റിക്കിൻ്റെ വേണേലും അങ്ങനെ പാത്രങ്ങൾ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ അടുക്കി വയ്ക്കുക. അപ്പോൾ ഏകദേശം കുറച്ച് ഒരു 10-20 എണ്ണം ഞാനിതുപോലെ അരിഞ്ഞ് ഇതുപോലെ ഈ കണ്ടെയ്നർ ആക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ അടച്ച് ഇത് നമുക്ക് ഫ്രീസറിലാണ് വയ്ക്കേണ്ടത്. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ചെറിയ കഷ്ണങ്ങളായിട്ട് കുറച്ചുകൂടി ഓരോ സ്റ്റേജ് എടുക്കാൻ വേണ്ടി ഞാൻ ഇത് വളരെ കാലം കേടുകൂടാക്കി ഇതും അങ്ങനെ തന്നെ. അപ്പോൾ ഇതും നമുക്കിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കിതുപോലെ മുറിച്ചെടുക്കാം. ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട്. ഇത് കുറച്ചുകൂടി ഇങ്ങനെ ഓരോ നമ്മുടെ സൗകര്യം അനുസരിച്ച് എപ്പോഴൊക്കെ നമ്മൾ എടുക്കണം എന്നുള്ള അതനുസരിച്ച് നമ്മൾ പലതരത്തിലുള്ള കട്ട് ചെയ്ത് വയ്ക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇത് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതാണ്. 1 വർഷം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത്. പക്ഷേ അതിന് മുമ്പൊക്കെ നമ്മുടെ തീരും, അത് വേറെ കാര്യം. കിട്ടാത്ത സമയത്ത് നമ്മൾ മേടിക്കാതിരിക്കുമ്പോൾ ഇതിപ്പോൾ വില കുറഞ്ഞ് കിട്ടുന്നതുകൊണ്ട് നമ്മൾ അത് മേടിച്ച് ഇങ്ങനെ സ്റ്റോർ ചെയ്യും. അപ്പോൾ അത് ഇതിൻ്റെ ഗ്രീൻ ഭാഗം ഇങ്ങനെ കളയണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അരിഞ്ഞു കഴിഞ്ഞ് കാണിക്കും. അടുത്തത് നമുക്ക് ഈ കണ്ടെയ്നറിനകത്താണ് വെക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കുറച്ച് നിരത്തുക.
അതിനുശേഷം ഞാൻ ഇതിൻ്റെ മാപ്പിന് ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കടലാസ് കടലാസല്ല പ്ലാസ്റ്റിക് ഇങ്ങനെ ആക്കി ഇതിൻ്റെ മാപ്പിന് വെട്ടിയെടുത്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. ഇത് വളരെ കാലം കേടുകൂടാതിരിക്കും കേട്ടോ. ഇതിങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തുക. അതിന് ശേഷം വീണ്ടും നമ്മളിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് വീണ്ടും ഇങ്ങനെ നമ്മൾ ഇടുക. എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് എത്ര ലെയർ, 3 4 ലെയറായിട്ട് ഇങ്ങനെ ഇടുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഡക്കൺ കൊണ്ട് ഇതിങ്ങനെ നന്നായിട്ട് അടച്ചു വയ്ക്കുക. ഇതും വളരെ കാലം, അപ്പം ഞാൻ പറഞ്ഞല്ലോ ഓരോരോ സ്റ്റേജിലായിട്ട് ടൊമാറ്റോ ഓരോരോ സ്റ്റേജിലായിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കണം. മതി. ഇതിപ്പോൾ 2 ദിവസമായതാണ്. അത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതിങ്ങനെ ഇരിക്കും. ഇത് 2 ദിവസമായതാണ്. അടുത്തത് ഇതിങ്ങനെ ഇത് എല്ലാം 2 ദിവസമായതിൻ്റെ ഇത് കണ്ടിങ്ങനെ കട്ടയായിട്ടിരിക്കും. ഇത് നമ്മൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിടുകയോ അല്ലെങ്കിൽ എടുത്ത് മാറ്റി വയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് കൂട്ടാനിലിടാൻ പറ്റും. ഇനി അടുത്തത് ഇതിനകത്താണ്. ഇത് കണ്ടോ, ഇത് നല്ല കട്ടിയായിട്ടിരിക്കണത് ബോള് പോലെയാണ്. ഇത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയോ അങ്ങനെ വയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതും സെറ്റായി. ഇത് ഞാൻ കവറിലിട്ടത് ഇങ്ങനെ കുറേ കവറിൽ കണ്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഇരിക്കും. ഇതും അങ്ങനെ തന്നെയാണ്, ബോൾ പോലെയാണ്, നല്ല കട്ടയായിട്ടിരിക്കും. അപ്പോൾ ഇത് ചീത്തയാവില്ല. ഇങ്ങനെ ഇത് കണ്ട ഞെങ്ങുവോ അങ്ങനെയൊന്നും ചെയ്യില്ല. കറക്റ്റായിട്ട് ഇതിങ്ങനെ ഇരിക്കും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതെടുത്ത് വെറുതെ കുറച്ച് നേരം പ്ലേറ്റ് വെച്ചിട്ട് കറിയിലേക്ക് ഇടുകയോ അല്ലെങ്കിൽ ഇത് വെള്ളത്തിനകത്തിട്ട് കഴിഞ്ഞാൽ അങ്ങനെ. പക്ഷേ എന്താ ഒരു ഉപകാരം എന്ന് വെച്ചാൽ ചില സമയത്തല്ല ഇതിൻ്റെ തൊലി നമുക്കിങ്ങനെ എളുപ്പം എടുത്ത് വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ ഇത് സാധാരണ ലെവലിലേക്ക് പോകുമ്പോൾ ഈ തൊലി നമുക്ക് എളുപ്പം എടുത്ത് കളയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 3-4 സ്റ്റേജിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇത് പിന്നെ നമ്മൾ അരച്ചിട്ട് പിന്നെ ഐസ് ട്രേയിൽ ഒഴിച്ച് ഇങ്ങനെ ക്യൂബ്സായിട്ട് നമുക്ക് സേവ് ചെയ്യാം. അത് ഞാൻ കാണിക്കാം കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ. അപ്പോൾ കമൻ്റ് ഇടാനൊന്നും മറക്കല്ലേ കൂട്ടുകാരെ. ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ. ഇങ്ങനെ എന്ത് സാധനവും പച്ചക്കറികളും നമുക്ക് ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റും. ചിലത് നമ്മൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ബോയിൽ ചെയ്തിട്ടാണ്. ഇത് ബോയിൽ ചെയ്യാതെ ഇതായിട്ട്. അപ്പോൾ കമൻ്റ് ഇടാൻ മറക്കല്ലേ, സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.